നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. കർഷകരുടെ രണ്ടാം ഘട്ട സമരം ഇപ്പോഴും ഒരു സമവായത്തിലെത്തിച്ച് അവസാനിപ്പിക്കുവാൻ സർക്കാരിന് കഴിയുന്നില്ല. 21 ഇനങ്ങൾക്ക് താങ്ങുവില നിയമപരമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തെ യുദ്ധസന്നാഹങ്ങൾ കൊണ്ട് തടയാനാണ് സർക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നത്. 5 ഇനങ്ങൾക്ക് താങ്ങുവില എന്ന സർക്കാരിന്റെ സമവായ നിർദ്ദേശം കർഷകർ അംഗീകരിച്ചിട്ടില്ല. കർഷകരെ വഴിതെറ്റിക്കാനും കർഷകരെ പല സംസ്ഥാനങ്ങളാക്കി തിരിക്കാനുമുള്ള സർക്കാരിന്റെ ആസൂത്രിത പദ്ധതി അതിലുണ്ട് എന്നാണ് അവരുടെ വിമർശനം. ഇന്നിപ്പോൾ അതിർത്തിയിലുണ്ടായിട്ടുള്ള സംഘർഷം കണ്ടു. 24-കാരനായ ഒരു കർഷകൻ കൊല്ലപ്പെട്ടുവെന്ന് കർഷകർ ആരോപിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്തായാലും വ്യക്തതയോടെ പുറത്തു വരേണ്ടതുണ്ട്. രണ്ടാം ഘട്ട കർഷക സമരം സമരഭരിതമാവുന്നതിന്റെ, സംഘർഷഭരിതമാവുന്നതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഉന്നയിച്ച ആവശ്യങ്ങളിലൊന്നും ഒരു നിലയ്ക്കും പിന്നോട്ടില്ല. ഒരു ദിവസത്തെ പാർലമെന്റ് സമ്മേളനം പ്രത്യേകമായി വിളിച്ചു ചേർത്ത് കർഷകരുടെ ആവശ്യങ്ങൾ നിയമമാക്കി പാസാക്കണമെന്ന ആവശ്യം സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ സമയത്തും മുഖവിലക്കെടുക്കുന്ന ലക്ഷണമില്ല. ഈ സമയത്ത് കർഷകർ നടത്തുന്ന ഈ സമരം എവിടെ എത്തും? യുദ്ധസന്നാഹങ്ങൾ കൊണ്ട് അതിനെ മറികടക്കാൻ സർക്കാരിന് കഴിയുമോ? പല ചോദ്യങ്ങളുണ്ട്. ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ജിൻഡോ ജോൺ, കോൺഗ്രസിൽ നിന്ന് ആനന്ദ് കൊച്ചുകുടി, മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, രാഷ്ട്രീയ കിസാൻ മഹാസംഘിന്റെ പ്രതിനിധി, ശ്രീ ഷാജി രാഘവൻ, കർഷക മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നിവരാണ്. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, നോക്കൂ, ഈ സമരം ഒരുപക്ഷെ സമീപകാലത്ത് രാജ്യത്തെ പിടിച്ചുകുലുക്കിയ, സർക്കാരിനെ കുലുക്കിയ സമരങ്ങളിലൊന്നാണ് കർഷകരുടെ സമരം. ആദ്യത്തെ സമരം 1 വർഷത്തോളം നീണ്ടു. സർക്കാരിന് അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. പ്രധാനമന്ത്രിക്ക് നേരിട്ട് വന്ന് ഈ സമരത്തിൽ നിന്ന് സന്ധി പറയേണ്ടി വന്നു. പക്ഷെ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. സർക്കാരിന് വേണമെങ്കിൽ വളരെ വേഗത്തിൽ സെറ്റിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന കർശന നിലപാടിലാണ് സർക്കാരുള്ളത്. ഡൽഹിക്കകത്ത് കടത്തില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മോദി ഗവൺമെന്റ് കർഷകരുടെ കാര്യത്തിൽ ഇത്തവണ കോൺഫിഡന്റ് ആണെന്ന് മനസ്സിലാക്കണോ? നിഷാദെ, ഇതിൽ നമ്മൾക്ക് ചില അത്ഭുതകരമായിട്ടുള്ള സംഭവവികാസങ്ങളാണ് ഇന്ത്യയിൽ കാണുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ആം ആദ്മി പാർട്ടിയുടെയൊക്കെ ഉത്ഭവത്തിന് മുമ്പ് അണ്ണാ ഹസാരെ എന്ന് പറഞ്ഞ അദ്ദേഹത്തെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് സമരം നടത്തിയ ആളുകളുടെയൊക്കെ ഉദ്ദേശശുദ്ധിയെ ഇന്ന് നമ്മൾ സംശയിക്കുന്ന ഒരു സാഹചര്യമാണ്. ആരും പറയാത്തൊരു സാഹചര്യം. ഇപ്പോൾ കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്നാം കർഷക സമരം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് തുല്യമായിട്ടുള്ളൊരു സമരമാണ് നടന്നത്. 1 വർഷം 4 മാസം എടുത്ത് കർഷകർ നടത്തിയ സമരത്തിൻ്റെ മുമ്പിൽ കേന്ദ്ര ഗവൺമെൻറ് മുട്ടുമുടക്കുന്നത് നമ്മൾ കണ്ടതാണ്. എത്രത്തോളം അതിക്രമങ്ങൾ അവർ നേരിട്ടു. 800-ഓളം മനുഷ്യരെ അവർ കൊന്നുകളഞ്ഞു, മരണപ്പെട്ടു. ലഖിംപൂർ ഖേരിയിലെ കർഷകരെ വണ്ടിയിടിച്ച് കൊല്ലുന്ന സാഹചര്യം നമ്മൾ കണ്ടു. നിരന്തര പീഡനങ്ങൾക്ക് വിധേയരായിട്ടും കർഷകർ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാതിരുന്നതിൻ്റെ വിജയമായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷെ അന്ന് കേന്ദ്ര സർക്കാർ കൊടുത്ത ഉറപ്പുകൾ പലതും പാലിക്കാത്തതിന്റെ പേരിലാണ് വീണ്ടും ഇവർ ഡൽഹിയിലേക്ക് മാർച്ചുമായിട്ട് വരുന്നത്. ഈ മാർച്ചുമായിട്ട് വരുന്ന മനുഷ്യരെ തടയാൻ വേണ്ടിയിട്ട് ഇവരും ഇന്ത്യൻ പൗരന്മാരാണ്. ഇവരും BJPക്ക് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന വോട്ടവകാശമുള്ള പൗരന്മാരാണ്. ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അന്നം ഉറപ്പാക്കുന്ന കർഷകരെ തടയാൻ വേണ്ടിയിട്ട് ആണിപാകിയ വഴികൾ, അല്ലെങ്കിൽ കോൺക്രീറ്റ് മതിലുകൾ, അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് കണ്ണീർവാതക ഷെല്ല്, ചെവി പൊട്ടുന്ന കാതടപ്പിക്കുന്ന സൈറൻ മുഴക്കുന്നു. ഇതൊക്കെ ഈ ആവേശവും ഈ സന്നാഹവും ഒക്കെ ചൈനീസ് അതിർത്തിയിൽ നടത്തിയിരുന്നെങ്കിൽ ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറില്ലായിരുന്നു, ഇന്ത്യൻ പട്ടാളത്തെ ഇടിച്ച് തോട്ടിലിട്ട് കൊല്ലില്ലായിരുന്നു. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഈ രാജ്യത്തെ പൗരന്മാരെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ, ജനാധിപത്യ സർക്കാർ എന്ന് പറയാൻ പോലും നമ്മൾക്ക് മ്ലേച്ഛത തോന്നുന്ന രീതിയിലാണ് ഈ രാജ്യത്തെ സർക്കാർ ഈ രാജ്യത്തെ കർഷകരോട് കാണിക്കുന്ന ഈ സമീപനത്തെ നമുക്ക് ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തത്, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് നിരോധിക്കപ്പെടുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റുക. കർഷക സമരം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആ പ്രദേശത്തുള്ള ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നു, നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു. എന്തിനാ? ഈ രാജ്യത്തെ പൗരന്മാർക്ക്, കർഷകർക്ക് ഈ സർക്കാരിനോട് സംസാരിക്കാനുള്ളത് കേൾക്കാൻ എന്തുകൊണ്ടാണ് ഇവർ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ഈ സമരത്തെ കാണുമ്പോൾ സർക്കാർ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാർ ഇതിന്റെ മുൻപിൽ അത്രത്തോളം ഭയപ്പെടുന്നില്ലെന്ന്. ഞാൻ നേരെ തിരിച്ചാണ് കാണുന്നത്. 40ഓളം കർഷക സംഘടനകളാണ് ഒന്നാം കർഷക സമരത്തിൽ പങ്കെടുത്തതെങ്കിൽ ഇന്ന് 200ഓളം യൂണിയനുകളും സംഘടനകളുമായിട്ടുള്ള 200ഓളം സംഘടനകളാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും BJP ഇതര, സംഘപരിവാർ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഈ സമരങ്ങൾ നടക്കുന്നത്. പക്ഷെ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേരിട്ട് നേതൃത്വം കൊടുക്കുന്നില്ല. കർഷകർ തന്നെ അവരുടെ വിഷയങ്ങൾ ഉന്നയിക്കുന്നു. അവരുടെ വിഷയങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും BJP ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നിട്ട് നിൽക്കുക. ദളിത് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റികളിൽ സമരം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള സമരം നടന്നപ്പോൾ, ഇങ്ങനെ നിരന്തരം ഈ സർക്കാരിനെതിരെ ജനരോക്ഷം ഉയർന്ന കാലഘട്ടത്തിലൊക്കെ ഇവർ പ്രയോഗിച്ചിരുന്ന മാർഗങ്ങൾ നമുക്കറിയാം. വിധ്വംസക മാർഗങ്ങൾ, മർദ്ദക മാർഗങ്ങളൊക്കെയാണ്. ഈ കർഷകർ അവരുടെ കടങ്ങൾ എഴുതി തള്ളണമെന്ന് പറയുമ്പോൾ സർക്കാരിന് വല്ലാത്ത പുച്ഛം
മോശമാണ്, വല്ലാത്ത അവരോട് കാണിക്കുന്ന അവഗണനയുണ്ട്. പക്ഷേ ഈ കർഷകർക്ക് കൊടുക്കാത്ത ആനുകൂല്യം സർക്കാർ കൊടുക്കുന്നവർക്ക് കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഇന്ത്യയിൽ 5 വർഷത്തിനിടയ്ക്ക് 10 ലക്ഷം കോടി രൂപയാണ് കേന്ദ്രത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എഴുതി തള്ളിയത്. അതിൽ 2300ഓളം ലോണുകൾ എഴുതി തള്ളിയത് 5 കോടിക്ക് മുകളിലുള്ള ലോണുകളാണ്. 2300ഓളം 5 കോടിക്ക് മുകളിലുള്ള ലോണുകൾ എഴുതി തള്ളാൻ ശേഷി കാണിച്ച കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കേന്ദ്ര ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ ഈ കർഷകരുടെ കടം എഴുതി തള്ളണം എന്ന് പറയുമ്പോൾ ഇവർ ഞെട്ടിത്തരിക്കുകയാണ്. ഈ കർഷകരുടെ കടത്തെക്കുറിച്ച് 2014 9.5 ലക്ഷം കോടിയായിരുന്നു കർഷകരുടെ കടം വിവിധ ബാങ്കുകളായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ 2023 ആകുമ്പോൾ 24 ലക്ഷം കോടിയായിട്ട് അത് വർദ്ധിക്കുക. കർഷകർക്ക് വലിയ സൗകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതെന്ന് നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് മൈക്കിന് മുമ്പിൽ പ്രസംഗിച്ചാൽ പോരാ. നരേന്ദ്രമോദിയുടെ 10 വർഷക്കാലത്തിനിടയ്ക്ക് കർഷകരുടെ കടം ഈ രാജ്യത്ത് 4 ഇരട്ടി. കർഷകരുടെ കടം വലുതാവുന്നു, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് ചെയ്യുന്നില്ല. പലതരം വിമർശനങ്ങളുണ്ട്. ഈ സമരത്തെ കൈകാര്യം ചെയ്തതിനെ കുറിച്ച് പോലും വിമർശനങ്ങളുണ്ട്. പക്ഷേ ജിൻഡോ നോക്കൂ, ഇതൊരു തെരഞ്ഞെടുപ്പ് സമയമാണ്. എല്ലാ വിഭാഗം ആളുകളുടെയും പ്രിയപ്പെട്ട സർക്കാരാണ് ഈ സർക്കാർ എന്ന് അവകാശപ്പെടുമ്പോൾ കർഷകർ സമരം ചെയ്യുകയാണ്. എന്തു വില കൊടുത്തും ആ സമരത്തെ സെറ്റിൽ ചെയ്യണമല്ലോ. അതാണല്ലോ ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യം. മോദി അത് ചെയ്യുന്നില്ലല്ലോ. മോദിക്ക് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്നുണ്ട്. അല്ല നിഷാദെ, അത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗം. എന്താ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് രവിശങ്കർ പ്രസാദ് എന്ന് പറഞ്ഞ BJPയുടെ നേതാവ് കേന്ദ്രമന്ത്രി പറയുന്നത് മറ്റേ ബംഗാളിൽ നടന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമത്തെക്കുറിച്ച് അപലപിക്കുകയും സങ്കടപ്പെടുകയും കണ്ടു. തെറ്റായ ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. അതിൽ അന്വേഷണം വേണം, നടപടി വേണം, അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ മണിപ്പൂരിൽ മാസങ്ങളായിട്ട് അവിടുത്തെ മനുഷ്യർ വേട്ടയാടപ്പെടുന്നു. കാർഗിൽ യുദ്ധപടന്റെ ഭാര്യയെ പോലും നഗ്നയാക്കി തെരുവിലൂടെ നടത്തിച്ച് പീഡിപ്പിച്ച് കൊല്ലുന്നതും മറ്റു നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മണിപ്പൂരിൽ കണ്ടു. ആ വിഷയത്തിൽ ഒരിക്കൽ പോലും അഭിപ്രായം പറയാൻ ശേഷി കാണിക്കാത്ത BJPയുടെ നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിമാരൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ ഈ രാജ്യത്ത് ക്ഷേത്രം പണിതുകൊണ്ടോ ഈ രാജ്യത്ത് ഭിന്നിപ്പിച്ച് ഭരിക്കുന്നുകൊണ്ടോ വിഷലിപ്തമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയതുകൊണ്ട് നാട്ടിലെ ആളുകൾക്ക്, രാജ്യത്തെ പൗരന്മാർക്ക് ഒരു കാര്യമില്ല. കർഷകരോട് നീതി കാണിക്കുന്നില്ല, സ്ത്രീകളോട് നീതി കാണിക്കുന്നില്ല, വിദ്യാർത്ഥികളോട് നീതി കാണിക്കുന്നില്ല, യുവജനങ്ങളോട് നീതി കാണിക്കുന്നില്ല. തൊഴിലില്ലായ്മ ഈ രാജ്യത്ത് ഏറ്റവും വലിയ 45 വർഷത്തെ ഏറ്റവും പട്ടുകൂടിയിലേക്ക് തള്ളപ്പെടുന്ന ഒരു കാലഘട്ടം. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്ന സാഹചര്യത്തിൽ പോകുന്നു. അപ്പോ ആരോടും നീതി കാണിക്കാത്ത ഒരു സർക്കാർ വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ജാതിയുടെ, മതത്തിന്റെ പേരിൽ മാത്രം വോട്ട് നേടിക്കൊണ്ട് ഇനിയും അധികാരത്തിൽ വരാമെന്നാണ് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ റിപ്പബ്ലിക് ഡേക്ക് പറയുന്ന കേട്ടില്ലേ, സ്വാതന്ത്ര്യദിനത്തിന് പറയുന്ന കേട്ടില്ലേ, ചെങ്കോട്ടയിൽ ഇനിയും ഞാൻ വന്ന് കൊടി ഉയർത്തുമെന്ന് പറയുന്നത് എന്ത് വിശ്വാസത്തിന്റെ പുറത്താ? ജനങ്ങൾക്ക്, സാധാരണക്കാരന്, പൗരന് യാതൊരു നന്മയും കൊടുക്കാത്ത ഒരു സർക്കാർ മതത്തിന്റെയും ജാതിയുടെയും മാത്രം വിശ്വാസം അഡ്വക്കേറ്റ് ബിനോയ് തോമസ് കൂടി എന്നോടൊപ്പമുണ്ട്. ബിനോയ് തോമസ്, നോക്കൂ, ഇനിയും ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും എന്ന് മോദി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. അമിത്ഷാ അത് ആവർത്തിച്ച് പറയുന്നു. അടുത്ത തവണ ഞങ്ങൾ വരുമ്പോഴാണ് പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക എന്ന് ഇവിടെ ധനമന്ത്രി പറയുന്നു. ധനമന്ത്രിയുടെ ബജറ്റിൽ തന്നെ ഒരു പോപ്പുലിസ്റ്റ് പ്രഖ്യാപനങ്ങളുമില്ല, ഒരു ജനപ്രിയ പ്രഖ്യാപനമില്ല. സർക്കാർ കഴിഞ്ഞ 9.5 വർഷം നടത്തിയ കാര്യങ്ങൾ വെറുതെ വിശദീകരിച്ചു പോവുക മാത്രമാണ്. അത്രയ്ക്കൊണ്ട് അവരുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ആ കോൺഫിഡൻസ് നിങ്ങൾ അപ്പുറത്ത് സമരം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ നല്ല ആത്മവിശ്വാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ജയിക്കാൻ ഞങ്ങൾക്ക് മുമ്പിൽ വേറെ വഴികളുണ്ട്, നിങ്ങളുടെ സമരം വേണമെങ്കിൽ ഞങ്ങൾ പറയുന്ന വഴിക്ക് കോംപ്രമൈസ് ചെയ്തോളൂ, അല്ലാതെ നിങ്ങൾ പറയുന്ന വഴിയിലേക്ക് പൂർണ്ണമായി വരാൻ തൽക്കാലം കഴിയില്ല എന്നാണ് ഈ 12-ാം മണിക്കൂറിലും സർക്കാർ പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ പക്ഷേ നമുക്ക് കൃത്യമായും ഇതേ വാക്കുകൾ തന്നെയാണ് കഴിഞ്ഞ സമരകാലത്തിന്റെ തുടക്കത്തിൽ അവര് നമ്മളോട് പറഞ്ഞത്, രാഷ്ട്രത്തോട് പറഞ്ഞത്. ഇവിടെ ഒട്ടനവധി സമരങ്ങളുണ്ടായി ഡൽഹിയില്. ആ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന സമരങ്ങൾ, ഇന്ത്യ രാജ്യത്തുണ്ടായ മുഴുവൻ സമരങ്ങളും അതിൻ്റെതായ അർത്ഥത്തിലും വ്യാപ്തിയിലും ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ സമരങ്ങളും ഖാലിസ്ഥാൻ വാദികളുടേതാണ്, പാകിസ്ഥാൻ പിന്തുണയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സമരത്തെയും അടിച്ചമർത്തിയാണ് ഗവൺമെന്റ് മുമ്പോട്ട് പോയത്. അതേ ഒരു ആത്മവിശ്വാസമായിരുന്നു കർഷക സമരം തുടങ്ങിയപ്പോഴും അവർക്കുണ്ടായത്. ഇത്തവണ 2ാം കർഷക സമരം വരുമ്പോൾ കുറച്ചുകൂടി അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിൽ വന്നത് ഇവിടെ സൂചിപ്പിച്ചു, അടുത്ത് വീണ്ടും യാതൊരു എതിരില്ലാതെ ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തും, 5-ൽ 4 ഭൂരിപക്ഷം കിട്ടും, 4-ൽ 3 ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ത്യയിലെ മുൻ അനുഭവങ്ങൾ പരിശോധിക്കണം എന്നാണ് എനിക്ക് ഗവൺമെന്റിനോട് സൂചിപ്പിക്കാനുള്ളത്, കേന്ദ്ര ഗവൺമെന്റിനോട് പറയാനുള്ളത്. ഇവിടെ ഞങ്ങൾ എന്തുകൊണ്ടാണ് കർഷക സമരം ഒത്തുതീർപ്പാക്കാൻ മന്ത്രിമാർ സംസാരിക്കുമ്പോൾ പല നിർദ്ദേശങ്ങളും വെക്കുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കാത്തതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇന്ത്യയിലെ കർഷകരിൽ, കർഷക സംഘടനകൾക്ക്, സ്വതന്ത്ര കർഷക സംഘടനകൾക്ക് പൂർണ്ണമായ വിശ്വാസം
ഉണ്ട്. ആ വിശ്വാസം 2000 മുതൽ 2020 മുതൽ 2021 വരെ നീണ്ടുനിന്ന ഒരു വർഷത്തെ സമരമാണ്. ആ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ BJP നേതാക്കളും കേന്ദ്ര നേതാക്കളും പ്രധാനമന്ത്രി അടക്കം പറഞ്ഞു, ഒരു സംശയവും വേണ്ട, ഇത് കോർപ്പറേറ്റുകളെ പീഡിപ്പിക്കാനുള്ള ബില്ലാണ് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഒരു സംശയം വേണ്ട, ഈ സമരത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, മണ്ഡികളുടെ അധികാരം വികേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അധികാരത്തിൽ ഏത് കാരണവശാലും ഏത് ഘട്ടത്തിലും ഞങ്ങൾ ഇത് അനുവദിക്കില്ല, ഒരാവശ്യങ്ങളും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ രാഷ്ട്രത്തോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വീഴ്ച പറ്റിപ്പോയി, കർഷകരാണ് ഈ രാജ്യത്തിന്റെ നട്ടെല്ല്, അതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി മാപ്പി ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ 12 ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് എഴുതി കൊടുത്ത ഈ ഗവൺമെന്റ്. അതുകൊണ്ട് ഞങ്ങൾക്ക് BJPയുടെയോ കേന്ദ്ര ഗവൺമെന്റിന്റെയോ നിലപാടിന്റെ കാര്യത്തിൽ ഒരാശങ്കയുമില്ല. എത്ര കാലം വേണേലും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ എത്ര കാലം വേണേലും സമരരംഗത്ത് തുടരാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്, കർഷക സംഘടനകൾക്ക് ധൈര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ചർച്ചയ്ക്ക് റെഡിയാണ് എന്ന് പറഞ്ഞപ്പോ 8 ദിവസക്കാലം അവിടെ കാത്തിരുന്നുകൊണ്ട് കടുത്ത മഞ്ഞിലും കാലാവസ്ഥ അത്രമാത്രം പണ്ടത്തെ പോലെ അല്ല. നിങ്ങൾ ആലോചിക്കണം, നമ്മള് സിംഗൂര് സമരം നടത്തിയ സമയത്ത് അവിടെ ടെന്റുകൾ കെട്ടി നല്ല സൗകര്യപ്രദമായിട്ടാണ് താമസിച്ചത്. പക്ഷെ അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ട്രാക്ടറുകളിലും അതുപോലെ മറ്റ് റോഡ് സൈഡിലും കിടക്കാൻ കർഷകർ തയ്യാറായത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ സമരം വിജയിപ്പിക്കും എന്നും ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ്. പ്രിയ നിഷാദ്, താങ്കൾ കേൾക്കണം, ഇവിടെ BJP ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് എത്തും. അതൊരു അമ്പലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി വിശ്വാസികളുടെ വിശ്വാസത്തെ അതിന് മുതലെടുത്തുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ പുൽവാമയിലെ ആക്രമണത്തിന്റെ പേരിലാണെങ്കിലും ഈ രീതിയിൽ അധികാരത്തിലെത്തും എന്ന് അല്ല ഒരു ജനകീയ ഗവൺമെന്റ് ചിന്തിക്കേണ്ടത്. ഒരു ജനകീയ ഗവൺമെന്റ് കാണേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളുടെ തങ്ങളെ അധികാരത്തിലെത്തിച്ച് ജനങ്ങളുടെ ക്ഷേമം, ആ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടത്. ഇവിടെ നമുക്കറിയാം ഒട്ടനവധി കാര്യങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും BJP ഗവൺമെന്റ്, NDA ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഗവൺമെന്റ് ഇപ്പോഴും വാക്കുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ കമ്മിറ്റിയെ വെക്കാം, നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാം, നിങ്ങൾ സമരം പിൻവലിക്കണം, പ്രശ്നം പരിഹരിക്കാം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കാത്തത്? ഇതിനു മുമ്പ് എത്രയോ തവണ നമുക്കറിയാം, ഇവിടെ ഗ്യാസിന്റെ സബ്സിഡിയുടെ കാര്യത്തിൽ ഗവൺമെന്റ് ഉറപ്പ് കൊടുത്തു, നിങ്ങൾ അക്കൗണ്ട് എടുത്തോളൂ, ഗ്യാസിന്റെ സബ്സിഡി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സബ്സിഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇതാ ഞങ്ങൾ എത്തിച്ചേരാൻ വേണ്ടി പോകുന്നു. എല്ലാവരും കേന്ദ്ര ഗവൺമെന്റിൽ വിശ്വസിച്ചു, അവരെല്ലാവരും അക്കൗണ്ട് എടുത്തു. കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല, ചരിത്രം അതാണെന്ന് പറയാണ് താങ്കൾ. പക്ഷെ ഒരു ദിവസത്തെ അടിയന്തര പാർലമെന്റ് വിളിച്ചു ചേർത്ത് നിങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ നിയമമാക്കി പാസ്സാക്കണമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അതിന് സമയമുണ്ടോ? ഒരു നിയമം വെച്ചാൽ നിയമം ഡ്രാഫ്റ്റ് ചെയ്യേണ്ടേ, ഉണ്ടാക്കണ്ടേ, ആ നിയമം ചർച്ച ചെയ്യേണ്ടേ, അതിന്റെ ഭേദഗതി ചർച്ച ചെയ്യേണ്ടേ, നിയമമാക്കണ്ടേ, അതിന് ഒരുപാട് പണിയില്ലേ? നിങ്ങൾ ഒരു ദിവസം ഒരു ആവശ്യം ഉന്നയിച്ച് ഇനിയിപ്പോൾ പാർലമെന്റ് വിളിച്ച് നിയമം പാസ്സാക്കാതെ കർഷക സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്ന് വെച്ചാൽ അതിനകത്ത് പ്രയോഗ തലത്തിൽ അത് സമവായമാകാനുള്ള സാധ്യത കുറച്ച് വിദൂരമല്ലേ? നമുക്ക് ഈ കർഷക ബില്ലുകൾ വന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ മാത്രം അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ടാണ് 3 ബില്ലുകൾ തയ്യാറാക്കി ഓർഡിനൻസായി ഇറക്കിയത്. ഗവൺമെന്റിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഓർഡിനൻസായി പുറത്തിറക്കട്ടെ. ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ വാക്കുകളിൽ വിശ്വാസമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ രാജ്യത്ത് ഏതെങ്കിലും 2 പൗരന്മാർ തമ്മിൽ, 2 വ്യക്തികൾ തമ്മിൽ കരാറുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ വ്യക്തികളും കമ്പനികളും തമ്മിൽ കരാറുണ്ടാക്കിയാൽ, കമ്പനികൾ തമ്മിൽ കരാറുണ്ടാക്കിയാൽ ഈ കരാറുകളൊക്കെ പാലിക്കണമെന്ന നിയമവ്യവസ്ഥയുണ്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ ആ കരാറിലെ ഏതെങ്കിലും ഒരു കക്ഷി കരാർ ലംഘനം നടത്തിയാൽ മറുകക്ഷിക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ പോയി എന്റെ അവകാശം നേടിയെടുക്കാനുള്ള അവകാശവും സംരക്ഷണവും നൽകുന്ന നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അവിടെയാണ് നമ്മുടെ രാജ്യത്തെ പരമോന്നത നമ്മൾ വിശ്വസിക്കുന്ന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് എഴുതി ഒപ്പിട്ടുന്ന കരാർ നടപ്പാക്കാൻ മടി കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞ വാക്കുകൾ മുഴുവൻ ലംഘിച്ചു. 15 ലക്ഷം തരാമെന്ന് പറഞ്ഞതിനെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ 12 കർഷക ആവശ്യങ്ങൾ, ഗ്യാസിന്റെ സബ്സിഡി, ഒരു തരത്തിലുള്ള കരാറുകളോ വാക്കുകളോ ഗവൺമെന്റ് പാലിക്കുന്നില്ല. ഇലക്ഷന്റെ സമയമാകുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങളുമായിട്ടാണ് NDA മുന്നണി രംഗത്ത് വന്നത്. ഇത്രയുമേറെ വാഗ്ദാനങ്ങൾ നടത്തി ജനങ്ങളെ വഞ്ചിച്ച ഒരു ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് 15 വർഷമോ 20 വർഷമോ ഒരുപക്ഷെ ഭരിക്കും എന്നുള്ള അഹങ്കാരം ഉണ്ടായിരിക്കാം. ആ അഹങ്കാരം ഇന്ത്യ രാജ്യത്തെ തീറ്റിപ്പോരുന്ന കർഷകരുടെ മുമ്പിൽ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJPയുടെ കർഷക വിഭാഗത്തിന്റെ കർഷക മോർച്ചയുടെ പ്രതിനിധി ഷാജി രാഘവൻ കൂടിയാണ്. ഷാജി രാഘവൻ, എന്തുകൊണ്ടാണ് ആദ്യത്തെ തവണത്തെ സമരം ദീർഘകാലം കൊണ്ടുപോയി അതിനൊടുവിൽ പരിഹാരം പ്രധാനമന്ത്രി മോദി തന്നെ സംസാരിക്കണം, കർഷകരുടെ വികാരം ഇതാണെങ്കിൽ, അവരുടെ ആവശ്യം ഇതാണെങ്കിൽ, അവർക്ക് വേണ്ടതാണെങ്കിലും ഒക്കെ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇത്ര കാലം എടുത്തിട്ടും അത് പരിഹരിച്ചു കൊടുക്കുന്നില്ല. മോദി തന്നെ പ്രഖ്യാപിച്ച സംഗതികളൊന്നും ഇതുവരെ അച്ചീവ് ചെയ്തിട്ടില്ല.
അതിൻ്റെ കൂടെ ഇവരുടെ സമരത്തിൽ അംഗീകരിച്ച ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല. അവർ വീണ്ടും സമരം ചെയ്യണം. എന്തുകൊണ്ടാണ് താങ്ങുവില പോലുള്ള കാര്യങ്ങളിൽ ഈ സർക്കാരിന് കർഷകർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഇപ്പോഴും എടുക്കാൻ കഴിയാത്തത്? ഞാൻ ഈ ചർച്ചയിൽ വരുന്നതിൽ താമസിച്ച എന്റെ അഭിപ്രായം പിന്നെ തുടക്കമൊന്നും കേൾക്കാൻ പറ്റും. ഇത് താങ്കൾ പറഞ്ഞ അവസാനിപ്പിച്ചത് ഞാൻ പറഞ്ഞു. ഈ സമരക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യത്തെ പറ്റി ആരും പറഞ്ഞില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാണ്. ഈ റിപ്പോർട്ട് എന്നാണ് വന്നത് 2004 തൊട്ട് 2006 5 തവണയായിട്ടാണ് ഫൈനൽ റിപ്പോർട്ട് 2006. അതിനുശേഷം 8 കൊല്ലം ഈ രാജ്യത്തിൽ ഗവൺമെന്റ് അതാണ് ഈ സമരത്തിന്റെ ഒരു പ്രധാന സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ കോൺഗ്രസ് UPA ഇടതുപക്ഷത്തിന്റെ ഭാഗമായി 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന കേട്ടത് സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് എല്ലാ ഭൂരിപക്ഷം കാര്യങ്ങളും നടപ്പിലാക്കുന്നതിൽ വലിയ തോതിൽ ശ്രദ്ധ ചെലുത്തിയ ഗവൺമെന്റാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേന്ദ്രത്തിൽ അധികാരത്തിൽ. താങ്കൾ പറഞ്ഞ അവസാനിക്കുന്നത് താങ്കളുവരെ 24 കാർഷിക വിളകൾ വിട്ട് 24 കാർഷിക വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഇപ്പൊ അധികാരത്തിൽ നിൽക്കുന്നു. ഇപ്പോഴത്തെ സമരത്തിന്റെ ഡിമാൻഡ് അത് നിങ്ങൾക്ക് അനുഭവം പറഞ്ഞു. ഡിമാൻഡ് ഇത് നിയമസാധുത വേണമെന്ന് അവർ പറയുന്നു. നിലവിൽ താങ്ങുവിലയുണ്ട്. ഇത് കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ അനുഭവിക്കുക ഈ പറയുന്ന താങ്ങുവില ഇവിടുത്തെ കർഷകന് കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഉദാഹരണം നെല്ലിന്റെ കാര്യം എടുത്തു. സ്വാമിനാഥൻ കമ്മീഷനാണ് പറഞ്ഞത് നെല്ലിന് അതിന്റെ യാർഡ്സ്റ്റിക് അദ്ദേഹം തയ്യാറാക്കിയത്. അതനുസരിച്ച് നെല്ലിന് താങ്ങുവില പ്രഖ്യാപിക്കുക മാത്രമല്ല കൃത്യമായി അതിന്റെ വിഹിതം സംസ്ഥാനത്തിൽ കൊടുത്തതാണ് കേന്ദ്ര ഗവൺമെന്റ്. കേരളത്തിലെ പാവപ്പെട്ട കർഷകൻ കാലാകാലങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കാൻ സാധിക്കും. പല കാരണങ്ങളുണ്ടാവും. പക്ഷേ അതുകൊണ്ട് സമരസത്യത്തിൽ കേരളത്തിലാണ് നടക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. നടപ്പിലാക്കാൻ സാധിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണം പോലും കൃത്യമായിട്ട് കേരളത്തിലെ കർഷകർക്ക് കൊടുക്കാൻ പറ്റാത്ത കേരളത്തിന്റെ ഗവൺമെന്റിനെതിരെ സമരം നടത്താത്തവരാണ് ഇവിടുന്ന് പോയിട്ട് 5 പേരവിടെ. ഇപ്പൊ ഇവർ ആവശ്യപ്പെടുന്ന നിയമസാധനം ഇപ്പൊ താങ്കൾ തന്നെ ഇതിനിടയ്ക്ക് ഞാൻ അവസാനം കേറുമ്പോൾ ഞാൻ കേട്ടതാണ്. താങ്കൾ ഇത് ശരിയായ കാര്യം 10 കൊല്ലമായിട്ടിരുന്ന ഒരു വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി 4, 5 അല്ലെങ്കിൽ 10 ദിവസം എന്ത് നിയമം പാസ്സാകട്ടെ? ഏതെങ്കിലും ഒരു നിയമം നമുക്ക് ഈ രാജ്യത്ത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു നിയമം നമുക്ക് ഈ രാജ്യത്ത് പാസ്സാക്കാം. എന്താ കുഴപ്പം? എന്താണ് തടസ്സം? എന്താണ്? തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ടില്ല. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടില്ല. ഒന്നാമത് ഇത്രയും ദിവസം സമയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ സമരം സെറ്റിൽ ചെയ്തതിനു ശേഷം ഇത്ര ദിവസമായിട്ടും അവരുടെ ആവശ്യങ്ങൾ, ഇത്ര മാസമായിട്ടും അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഈ സമരം നടത്തുന്നത് പഞ്ചാബിലുള്ളവർ മാത്രം. കേരളത്തിൽ 500 പേരാ പോയത്. രാവിലെ കിട്ടിയത് 500 പേരെയാ. പഞ്ചാബിലുള്ളവർ ഹരിയാന വഴി കടന്ന് ഡൽഹിയിൽ എത്താൻ ശ്രമിച്ചു. ഹരിയാനയുടെ കോട്ടലാണ് നടന്നത്. ഇപ്പൊ ഇവർ അവകാശം ഹരിയാനയിലെ കർഷകരുണ്ട്. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ സമരത്തിലും പറഞ്ഞതല്ലേ? ഇത് നിങ്ങൾ കഴിഞ്ഞ സമരത്തിലും പറഞ്ഞതല്ലേ? ഇതൊക്കെ വൻകിടക്കാരന്റെ സമരമാണ്, സാധാരണക്കാരന്റെ സമരമല്ല. പഞ്ചാബും ഹരിയാനയും മാത്രമേ ഉള്ളൂ, വേറെ ആളുകളില്ല. ഇതൊക്കെ കഴിഞ്ഞ തവണ പറഞ്ഞ് പൊളിഞ്ഞ് അവസാനം നിങ്ങൾ പോയിട്ട് സാഷ്ടാംഗം പ്രണമിച്ചതല്ലേ? ഇത് തീവ്രവാദികളുടെ സമരമാണ്, ഇത് വിദേശികളുടെ സമരമാണ്, ഇത് 2 സംസ്ഥാനങ്ങളുടെ സമരമാണ്, ഇത് ധനികരുടെ സമരമാണ്. ഈ വാദമൊക്കെ ഒരു തവണ പറഞ്ഞ് നിങ്ങൾ തന്നെ പിൻവലിച്ച് നിങ്ങൾ തന്നെ സാഷ്ടാംഗം പ്രണമിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സമരത്തിലെ പെട്ട എത്ര ആൾക്കാർക്ക് ഭാഗമായിട്ടുണ്ട്? എന്തുകൊണ്ട് ഇവർ ഈ സമരത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ടുമുമ്പ് ഈ സമരത്തിന് വേണ്ടിയിട്ട് ഈ സമയം തെരഞ്ഞെടുത്തു? ഇതൊക്കെ ചർച്ചയുണ്ട്. ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ സമരം ഉണ്ടായത് അന്നാ ഹസാരെ പോലുള്ള ഒരു വൃദ്ധന്റെ നേതൃത്വത്തിൽ വലിയ സമരം ഉണ്ടായത് എപ്പോഴാണ്? ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞ സമരം ഉണ്ടായത് എപ്പോഴാണ്? ആ സമരക്കാരെയൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. അന്ന് നിങ്ങൾക്ക് ഈ സമരത്തിന്റെ സമയത്തെ കുറിച്ച് വലിയ വേവലാതി ഉണ്ടായിരുന്നില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ടതെല്ലാം ഗവൺമെന്റ് തയ്യാറാണ്. പക്ഷേ
ഒരു കാലാവധി കഴിഞ്ഞ ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കണം എന്ന അവകാശം കാലാവധി കഴിഞ്ഞില്ലല്ലോ. കാലാവധി നിങ്ങൾ വ്യാജം പറയല്ലേ? കാലാവധി എവിടെ കഴിഞ്ഞു? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കാർഷിക മേഖല എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. കാലാകാലങ്ങൾ അതിനനുസരിച്ചുള്ള ഡിമാൻഡുകൾ വരും, ആവശ്യങ്ങൾ വരും. ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഗവൺമെന്റ്. കാലാകാലങ്ങളിൽ ചർച്ച ചെയ്തിട്ട് പരിഹരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കൊക്കെ അറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മുന്നിൽ അതിന് മുമ്പ് ഒരു സമരമായിട്ട് വരുന്നു. സമരത്തിന് ഒരിക്കലും സാധിക്കാത്ത ചില കാര്യം എന്നിട്ടും നമ്മൾ നിർത്താൻ സർക്കാർ എത്ര വട്ടം ചർച്ച ചെയ്തു, എത്ര വട്ടം സർക്കാർ ചർച്ച ചെയ്തു. ഇപ്പോഴത്തെ സമരത്തെ വിട്ടേക്കു ശ്രീ ഷാജി രാഘവൻ. ഇതിന് മുൻപ് നടത്തിയ സമരം സെറ്റിൽ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു? ആ കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ ഈ സമരം ഇല്ല. കഴിഞ്ഞ തവണത്തെ സമരം സെറ്റിൽ ചെയ്യുമ്പോൾ കൊടുത്ത വാഗ്ദാനങ്ങൾ നിങ്ങൾ പാലിക്കുകയായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ സമരം ഇല്ല, ഈ തെരഞ്ഞെടുപ്പ് സമയമെന്ന ആരോപണമില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണല്ലോ എന്താ പറഞ്ഞതിന് മറുപടി? വളരെ വയസ്സായ രണ്ട് വീഡിയോ ഉണ്ടല്ലോ അല്ലെ? അത്ര സുഹൃത്തുക്കൾ തന്നെ സമരക്കാരെ ചോദിച്ചിട്ട് അവര് പറഞ്ഞ മറുപടിയൊക്കെ നമുക്ക് കേട്ടത്തില്ലേ? ഞങ്ങൾ ഈ സമരക്കാരെയും കൃഷിക്കാരെയും അധിക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവർ ഈ രാജ്യത്തിന്റെ അന്നദാതാണ് എന്ന് ചിന്തിക്കുന്നവരാ ഞങ്ങള്. ഭാരതീയ ജനതാ പാർട്ടിയും അതേപോലെ തന്നെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് സംസ്ഥാനം 4 ജാതികളെ ഉള്ളൂ. യുവാക്കളും സ്ത്രീകളും കഴിഞ്ഞാൽ കർഷകനാണ്, പിന്നീട് പാവപ്പെട്ടവരാണ്. അത്ര പ്രയോറിറ്റി ഗവൺമെന്റ് കർഷകർ കൊടുക്കുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ കാലാകാലങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ മാറി മാറി വരും. അത് ചർച്ചയ്ക്ക് തയ്യാറായ ഗവൺമെന്റ് ആയിരിക്കും. ഇവിടെ ചർച്ച നടക്കുന്നുണ്ട്, ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സമരത്തിന് അവർ തെരഞ്ഞെടുത്ത സമയം അവർ ഉന്നയിക്കുന്ന ആവശ്യം ഒരു ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഒരു നിയമം വേണം, അല്ലെങ്കിൽ ഒരു നിയമസാധുത വേണം. 10 കൊല്ലം കൊണ്ട് ഈ ആവശ്യത്തിന് മുമ്പ് ഉന്നയിച്ചു. 24 കാർഷിക വിളകൾക്ക് കൊടുക്കുന്നുണ്ട് ശ്രീറാവത്തർ. 24 കാർഷിക വിളകൾക്ക് നമ്മള് മിനിമം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഗവൺമെന്റാണത്. അത് കേരളത്തിൽ കിട്ടുന്നുണ്ടാവില്ല. ശരി, ഇനി അതിനൊരു നിയമസാധുത വേണം. താങ്ങുവില സർക്കാർ നടപ്പിലാക്കി എന്ന് നിങ്ങൾ പറയുന്ന താങ്ങുവില എല്ലാവർക്കും കൃത്യമായി കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഈ സമരത്തിന്റെ ന്യായം എന്താണ്? എല്ലാവർക്കും താങ്ങുവില ഞങ്ങൾ നടപ്പിലാക്കിയിട്ട് കയ്യിൽ കിട്ടുന്നുണ്ടല്ലോ എന്നൊരു ഒറ്റ വാചകത്തിൽ അവസാനിച്ചു പോകേണ്ട സമരമാണല്ലോ ഇത്. അങ്ങനെ ഒരു വാദം സർക്കാർ മുന്നോട്ട് വെക്കുന്നതായി കേൾക്കുന്നില്ല. ഞാൻ വരാം. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ ഷാജി രാഘവൻ, ഒരു മിനിറ്റ്. ശ്രീ ഷാജി രാഘവൻ, സോറി, താങ്കളുടെ ശബ്ദം ഇവിടെ കേൾക്കുന്നതിൽ ചെറിയ പ്രശ്നമുണ്ട്. മറ്റ് പാനലിസ്റ്റുകൾക്കും താങ്കളെ ശരിയാവണ്ണം കേൾക്കാൻ കഴിയുന്നില്ല. ഞാനതൊന്ന് വേഗത്തിൽ ശരിയാക്കിയിട്ട് വരാം. ഞാൻ വേഗം തിരിച്ചു വരാം. ശ്രീ ഷാജി രാഘവൻ, സോറി. ശ്രീ ആനന്ദ് കൊച്ചുകുടിയും, ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു സമരമാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ഫോഴ്സ്ഫുള്ളായ ഒരു സമരം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒന്ന് കർഷകരുടെ സമരമാണ്. നമ്മളത് കഴിഞ്ഞ തവണ കണ്ടതാണല്ലോ. എന്നുവെച്ചാൽ സർക്കാരുമായിട്ട് ബൈ ഓൾ മീൻസ് എല്ലാ അർത്ഥത്തിലും മുട്ടി നിൽക്കാൻ അവർക്ക് ശേഷിയുണ്ട്. കാരണം ഒരു സമരത്തെ കൈകാര്യം ചെയ്യാൻ വലിയ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ഉണ്ടാക്കുന്നു, വലിയ യുദ്ധസന്നാഹങ്ങൾ ഉണ്ടാക്കുന്നു, ഒരു നാഷണൽ ഹൈവേ ആകെ തന്നെ മുറിച്ചു കളയുന്നു. ഇതൊക്കെയാണ് സർക്കാർ ചെയ്യുന്നത്. നമ്മളെവിടെയും സാധാരണ കാണാത്ത ഒന്നാണ്. പക്ഷെ കർഷകരോട് മല്ലടിക്കാൻ സർക്കാർ ചെയ്യുന്നു. ആ നിലയ്ക്ക് തിരിച്ചു മുട്ടി നിൽക്കാൻ, ദീർഘകാല സമരം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശേഷിയുള്ള ഒരുപക്ഷെ ഇന്ത്യയിലെ സമീപകാലത്ത് ഏറ്റവും വലിയ സമരമാർഗം, സമരമുറ, സമരസംഘം. പക്ഷെ ഇത്തവണ അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ വേണ്ടത്ര ഭയപ്പാടില്ലാതെയാണ് ചെയ്യുന്നത്. വേറെ വഴിക്ക് സർക്കാരിന് കോൺഫിഡൻസ് ഉണ്ട് എന്ന് കാണുന്നുണ്ടോ? ഇല്ല, സർക്കാർ ഇപ്പോഴും വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഈ സമരത്തെ കൈകാര്യം ചെയ്യുന്നത്. സർക്കാരിന് ആകെയുള്ള ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഹരിയാനയിൽ ഇപ്പോഴും BJPയുടെ സർക്കാരുണ്ട്. ആ ഹരിയാന കടത്താതിരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏക സ്ട്രാറ്റജി. ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ ഭരണമുള്ള അല്ലെങ്കിൽ BJPക്ക് തീരെ ശക്തിയില്ലാത്ത പഞ്ചാബിൽ നിന്ന് അവർ ഹരിയാന കടന്നാലാണ് അവർക്ക് ഡൽഹിയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഹരിയാനയിൽ വെച്ച് അവരെ ഏതെങ്കിലും തരത്തിൽ തടയാൻ പറ്റും എന്നുള്ളതാണ് സർക്കാർ കാണുന്നത്. പിന്നെ സർക്കാർ ഇപ്പോൾ പലതരത്തിൽ അവരുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. 4 റൗണ്ട് ചർച്ചകൾ ഇപ്പോൾ തന്നെ നടന്നു. പക്ഷേ ആ 4 റൗണ്ട് ചർച്ചകൾ കഴിഞ്ഞിട്ടും ഒരു പരിഹാരം ആയിട്ടില്ല. കാരണം ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം അന്ന് കഴിഞ്ഞ തവണ ഇതുപോലെ വലിയൊരു സമരം നടന്നപ്പോൾ അതിന് മുന്നിൽ മുട്ടുകുത്തി, അന്ന് തെരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അന്ന് പ്രധാനമന്ത്രി തന്നെ അതിന് മുന്നിൽ മുട്ടുകുത്തി അദ്ദേഹം പരസ്യമായിട്ട് ആ സമരത്തിനെതിരെ അദ്ദേഹം ആദ്യമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുകയും തിരുത്തി പറയുകയും ഒരിക്കലും കാണാത്ത പോലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു കാര്യത്തിലും 2002 മുതലുള്ള കാര്യങ്ങളിൽ
ഇപ്പോഴും അദ്ദേഹത്തിന് മാറ്റം ഒന്നും വരാത്ത ഒരാളാണ്. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹം മുട്ടുമടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കർഷകരോടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വിധേയരായിട്ട് സംസാരിക്കുന്നതും അതിനുശേഷം പിന്നെ ഈ നിയമം കൊണ്ടുവരുമെന്ന് വാക്ക് പറഞ്ഞിട്ടാണ് ഈ അന്നത്തെ സമരം ഒത്തുതീർപ്പാക്കിയത്. പക്ഷേ ഇപ്പോൾ 5 വർഷം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിലും നിയമം കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ തൃശ്ശൂരൊക്കെ വന്നിട്ട് എപ്പോഴും പറയുന്നുണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന്. എന്താണ് ഈ മോദിയുടെ ഗ്യാരണ്ടി? വാക്ക് പറഞ്ഞാൽ പാലിക്കേണ്ട ഒരു ഗ്യാരണ്ടി അല്ലേ കൊടുക്കാൻ പാടുള്ളൂ? അല്ലെങ്കിൽ പിന്നെ അന്ന് എന്തിനാണ് ആ അന്നത്തെ സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അന്ന് ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തത്? നിയമം കൊണ്ടുവരും എന്ന് വാഗ്ദാനം കൊടുത്തതാണ്. അന്ന് നിയമം കൊണ്ടുവരുമെന്ന് വാഗ്ദാനം കൊടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് MSP കിട്ടുന്നില്ലേ, തറവില കിട്ടുന്നില്ലേ, കിട്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നം പരിഹാരമാവില്ലല്ലോ. പറഞ്ഞ കാര്യങ്ങൾ പാലിക്കണം. അല്ലാതെ ഒന്നെങ്കിൽ അന്ന് ഇതിനെ വേറൊരു തരത്തിൽ നേരിടാമായിരുന്നു. അന്ന് ഇതിനെ മറ്റ് പല സമരക്കാരോടും അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളോടൊക്കെ എങ്ങനെയാണോ BJPയും സർക്കാരും കേന്ദ്ര സർക്കാരും അവര് നേരിടുന്നത്, ആ രീതിയിൽ നേരിട്ട് ആരാണ് വിജയിക്കുന്നതെന്ന് അന്നൊരു പരീക്ഷണം നടത്താം. ഇത് നമ്മൾ 2ാം UPA സർക്കാരിന്റെ അവസാന കാലത്ത് കണ്ട ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ പോലുള്ള മൂവ്മെന്റ് ഉണ്ട്. അത് പക്ഷേ രാജ്യമാകെയുള്ള മനുഷ്യന്മാരെ സ്വാധീനിച്ച ഒന്നാണ്. മിഡിൽ ക്ലാസ്സിനെ നല്ല നിലയ്ക്ക് സ്വാധീനിക്കാൻ അതിന് കഴിഞ്ഞു. ഇത് പക്ഷേ കർഷകരുടെ സമരമാണ്. അതിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് കർഷകരുടെ സമരമാണ്. ആ സമരത്തിന് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയമായി പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ടോ? നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഒരു സർക്കാർ ഒരു കർഷകരുടെ പ്രശ്നം പരിഹരിക്കാതെ അവരുമായിട്ടൊരു വാർ ഫ്രണ്ടിലാണ്, തലസ്ഥാനം ആകെ തന്നെ സമരഭരിതമാണ് എന്നൊരു ഇമേജ് ഉണ്ടാകും. എന്നതിനപ്പുറത്തേക്ക് ഇതിന് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാനുള്ള ശേഷി വല്ലതും ഉണ്ടോ? ഇതിന് ഒരു പഞ്ചാബിലും ഹരിയാനയിലും മാത്രമായിരിക്കാം ഇതിന് ഒരു ഫലം ഉണ്ടാകുക. ഈ കർഷക സമരം ഒത്തുതീർപ്പായില്ലെങ്കിൽ BJPക്ക് പഞ്ചാബിൽ അവർക്ക് കാലാകാലങ്ങളായിട്ട് കിട്ടുന്ന 2 സീറ്റുകൾ അത് കിട്ടാതിരിക്കാം. അവിടെ ശിരോമണി അകാലിദളുമായിട്ട് വിലപേശൽ നടക്കുന്നുണ്ട് BJPയുടെ. അത് ആ ഒരു സഖ്യം നടക്കാതെ പോയേക്കാം. ഹരിയാനയിൽ 10 സീറ്റുണ്ട്. ആ 10 സീറ്റിൽ അവർ ചിലപ്പോൾ നാമാവശേഷമായേക്കാം. പക്ഷേ ഇതിൽ പശ്ചിമ ഉത്തർപ്രദേശിൽ ഈ ജയന്ത് ചൗധരിയുടെ രാഷ്ട്രീയ ലോക്ദളുമായിട്ട് BJP കൃത്യസമയത്ത് ഒരു സഖ്യം ഉണ്ടാക്കിയത് BJPക്ക് ഉത്തർപ്രദേശിൽ അവിടെ സീറ്റുകൾ കുറയാതിരിക്കാൻ. കാരണം പശ്ചിമ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് സിഖുകാരൊക്കെയുള്ള ഇതുപോലെ കർഷകരുള്ള ജാട്ടുകളും ഗുജ്ജറുകളുമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ BJPക്ക് ഉണ്ടാകുന്ന ലോസ് അത് കുറയ്ക്കാൻ പറ്റി കാണും. കാരണം അവിടെ RLD BJPയുടെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിയുമ്പോൾ ഒക്ടോബറിൽ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഹരിയാന എന്നുള്ള നടുക്കിടക്കുന്ന സംസ്ഥാനം വെച്ചിട്ടാണ് BJP ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള വഴികൾ കാണുന്നത്. പല ബോർഡറുകൾ, പല അതിർത്തികൾ അവർ ഉപരോധം സൃഷ്ടിച്ച് അവരെ കർഷകരെ ഇങ്ങോട്ട് കടത്തില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. പക്ഷെ നമുക്കറിയാം ഇതിനൊരു പരിഹാരം തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ഇതിനൊരു പരിഹാരമായില്ലെങ്കിൽ ഈ കർഷകർ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ദില്ലിയിൽ എത്തി ഇത് വലിയൊരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സാധാരണ ജനങ്ങൾക്ക് ഈ കർഷകരെ കാണിച്ചിട്ട് ഇവർ ഖലിസ്ഥാനികളാണെന്ന് പറഞ്ഞാൽ അത് സാധാരണ ജനങ്ങളുടെ അടുത്ത് വിലപ്പോകില്ല. മുസ്ലിം നാമധാരികളെ അല്ലെങ്കിൽ മുസ്ലിം സ്വത്വത്തെ എങ്ങനെയാണോ BJP അപരവൽക്കരിക്കുന്നത്, കർഷകരെ ആ തരത്തിൽ അപരവൽക്കരിക്കാൻ BJPക്ക് അത്ര എളുപ്പമാകാൻ സാധ്യതയില്ല. ശരി ഞാൻ പറയാം. ശ്രീ ഷാജി രാഘവൻ, അതായത് മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നതിൽ ഈ കർഷകർക്ക് കൊടുത്ത ഗ്യാരണ്ടി പെടില്ല എന്നാണ്. ഇല്ല, കർഷകരുടെ ഗ്യാരണ്ടി ആണല്ലോ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷം അവർക്ക് കൊടുത്ത ഗ്യാരണ്ടി പൂർണ്ണമായും ചെയ്യുന്ന ഒരാളാണ്. അതെല്ലാം ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്തോ സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്നു. ഈ ഗവൺമെന്റിന്റെ സമീപനം എന്താ? ഈ രാജ്യത്തെ അന്നദാതാവായ കർഷകൻ എന്നാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് തന്നെ. ഗവൺമെന്റ് പറയുന്നത് ഈ രാജ്യത്ത് 4 ജാതിയേ ഉള്ളൂ. ഒന്ന് യുവാക്കള്, ഒന്ന് വനിതകള്, പിന്നീട് കർഷകനാണ്, പിന്നീടാണ് പാവങ്ങൾ. ഈ 4 ജാതിയേ ഉള്ളൂ. അത്ര പ്രയോറിറ്റി കർഷകന് കൊടുക്കുന്നുണ്ട്. ശ്രീ കൊച്ചുകുടി പോലുള്ളവരെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഗവൺമെന്റ് കർഷകരുടെ അടുത്ത് വളരെ സോഫ്റ്റ് സമീപനം ഉണ്ടെന്നുള്ളത്. സാർ, ഇതാ പോളിസിയാണ്. അവർ അന്നദാതാവാണ്.
അവരുടെ കാർഷിക മേഖലയുടെ പ്രശ്നം കാലാകാലങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുകയും അതിനനുസരിച്ച് വലിയ വലിയ ഡിമാൻഡുകളും ആവശ്യങ്ങളും എപ്പോഴും ഉയർന്നു വരുന്ന ഒരു ഞാൻ മേഖലയാണ്. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു നേരത്തെ. ഞാൻ ചോദിക്കുന്നത് കർഷകരോട് സോഫ്റ്റ് സമീപനം ഉണ്ടാകുന്നത് എപ്പോഴാണ്? കർഷകരോട് മൃദു സമീപനം ഉണ്ടാകുന്നത് എപ്പോഴാണ്? കർഷകരുടെ സമരത്തെ ഒരു വർഷം അവഗണിച്ച നിങ്ങൾക്കാണോ കർഷകരോട് മൃദു സമീപനം? കർഷകരെ ഖലിസ്ഥാൻവാദികളുടെ സമരം എന്ന് വിളിച്ച നിങ്ങൾക്കാണോ മൃദു സമീപനം? കർഷകർ വിദേശ ടൂൾ കിറ്റ് ഉപയോഗിച്ച് രാജ്യത്തിനെതിരായി സമരം ചെയ്തവരാണ് എന്ന് പറയുകയും ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റികളെ കൊണ്ട് ഇത് വിദേശ സമരമാണെന്ന് ട്വീറ്റ് ചെയ്യിപ്പിച്ച നിങ്ങൾക്കാണോ കർഷകരോട് മൃദു സമീപനം? പരമാവധി മാരകമായ മാർഗങ്ങൾ കൊണ്ട് സമരത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ച നിങ്ങൾക്കാണോ മൃദു സമീപനം? ഫൈനലി നിങ്ങൾ വിജയിക്കില്ല എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് നിങ്ങൾ ബില്ലുകൾ വിഡ്രോ ചെയ്ത് ഒരു സന്ധി സംഭാഷണത്തിൽ ഒരുങ്ങുന്നത്. 1.5 വർഷം അവരെ മഞ്ഞത്തും വെയിലത്തും കിടത്തിയിട്ട്. അതാണോ നിങ്ങളുടെ പോളിസി? ഞാൻ പറഞ്ഞോട്ടെ അത് താങ്കളുടെ താങ്കൾക്കത് പറയാം. താങ്കൾ പറഞ്ഞോളൂ, താങ്കൾ പറയാനാണല്ലോ അതിന് ഇരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഒരു അങ്ങനെ ഉണ്ടെങ്കിൽ രാജ്യത്ത് എത്ര സംസ്ഥാനമുണ്ട് സാർ? 140 കോടി ജനങ്ങളിൽ ഏതാണ്ട് 80% കർഷകരാണ്. ഈ സമരം ഒരു പഞ്ചാബിലെ ഒരു കർഷകർ മാത്രമാണ്. താങ്കൾ ഈ വർണ്ണിച്ചതുപോലെയുള്ള ഒരു വിഷയം ഈ രാജ്യത്തുണ്ടെങ്കിൽ ഇങ്ങനാണോ ഈ സമരം നടക്കേണ്ടത്? ഞാനതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത്. താങ്കൾ ആ സമരത്തിന്റെ ഡിമാൻഡ് വായിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദെയർ ഡിമാൻഡ്? അവരാവശ്യപ്പെടുന്ന ആദ്യത്തെ ഡിമാൻഡ് തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്, ഈ സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കണം. ഇത് വന്നത് 2006 അത് കഴിഞ്ഞ് 8 കൊല്ലം കോൺഗ്രസ് ആയിരുന്നു ഈ രാജ്യത്ത് അധികാരത്തിലിരുന്നത്. അവര് നടപ്പിലാക്കാത്ത കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നടപ്പിലാക്കിയ ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത്. 24 വിളകൾക്ക് അവരുടെ ആവശ്യം എന്താ സാർ? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. സമരമുഖത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സമരത്തില് ഒരു 100 പേര് വന്നാൽ 100 പേരും ജെനുവിനാണെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഈ രാജ്യത്ത് ഏതെങ്കിലും സമരം അങ്ങനെ നടന്നിട്ടുണ്ടോ? ഈ രാജ്യത്ത് സമരങ്ങളിൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ട്. ഈ തവണ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ പോയി ഒരു വീഡിയോ എടുത്തല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഞങ്ങൾ ഇതൊന്നും പറയുന്നില്ലല്ലോ. ഒരു കർഷകൻ ഖാലിസ്ഥാനെ പറ്റി അദ്ദേഹം പറഞ്ഞോട്ടെ, ഞങ്ങളതൊരു വിഷയമാക്കുക. ഞങ്ങളിത് പറഞ്ഞു. നിങ്ങളല്ലേ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കർഷകന്റെ ആവശ്യം ജെനുവിനാണെങ്കിൽ അത് അംഗീകരിക്കണം എന്ന് കൃത്യമായി ബോധ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് എത്ര വട്ടം ചർച്ച നടത്തി. ഇത്രയും വട്ടം 4-5 വട്ടം ചർച്ച നടത്താൻ ആർക്കും കഴിയും. നിങ്ങൾ അവരുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നില്ലല്ലോ. ഡിമാൻഡ് അംഗീകരിക്കുന്നില്ല എന്നുകൊണ്ടല്ലേ ചർച്ച നീണ്ടുപോകുന്നത്. അല്ലെങ്കിൽ എത്ര വട്ടം ചർച്ച നടത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നത് കുറച്ച് ആൾക്കാർ ഒരു ആവശ്യമായിട്ട് ഉന്നയിച്ചു വന്നാൽ പൂർണ്ണമായിട്ടും അങ്ങനാണോ ഒരു സമരത്തെ നമുക്കൊന്ന് അപ്പുറത്തേക്ക് 21 ഇനങ്ങൾക്ക് താങ്ങുവില നിയമപരമാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങളുടെ പോയിന്റ്. അല്ലല്ല. ഈ രാജ്യത്ത് സമരം ചെയ്യാൻ ഞാൻ അതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത്. വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന മേഖല എന്നുള്ള നിലയിൽ കാലാകാലങ്ങളിൽ ആവശ്യങ്ങളും ഡിമാൻഡുകൾ വരും. അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ അഡ്രസ് ചെയ്യപ്പെടണം. ചർച്ചകളിലൂടെ ചെയ്യണം. ചർച്ചകൾ നടക്കണം. ഡയലോഗുകൾ നടക്കണം. ഈ ഗവൺമെന്റ് അതിന് തയ്യാറാണ്. അവർക്ക് കൊടുക്കേണ്ടതും കൊടുക്കാവുന്നതും. ഈ ഡയലോഗിന്റെ കാര്യം നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ആദ്യത്തെ സമരം സെറ്റിൽ ചെയ്തപ്പോൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാത്തവരാണ് ഈ സമരം. എന്തുകൊണ്ട് ആ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല? വേർ ഈസ് മോദി കി ഗ്യാരണ്ടി? ആണ് ക്വസ്റ്റ്യൻ. അല്ല, നിങ്ങൾ മോദിക്ക് ഗ്യാരണ്ടി എന്നൊക്കെ ഭാവനയിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? മോദി കൊടുത്ത ഗ്യാരണ്ടി കൃത്യമായിട്ട് ചെയ്തു തന്നെ. അതാ ഞാൻ എവിടെ ചെയ്തു? നോക്കൂ, ഞാൻ ഉദാഹരണം പറയാം. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷിക ദിനത്തിൽ അമൃത മഹോത്സവത്തിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സർക്കാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഇരട്ടിയായോ വരുമാനം? സർക്കാരിന്റെ കണക്കുകൾ പറഞ്ഞത് എന്താണ്? സർക്കാരിന്റെ കണക്ക് എന്താ പറയുന്നത്? കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി ഭരിക്കുന്നു 75ാം സ്വാതന്ത്ര്യ വാർഷിക ദിനത്തിൽ. നിങ്ങൾ ഇരട്ടിയാക്കി, നിങ്ങളുടെ തന്നെ കണക്കെടുത്ത് നോക്ക്. അങ്ങനെ കർഷകരുമായി ബന്ധപ്പെട്ട് പലതരം വാഗ്ദാനങ്ങൾ ഉണ്ട്. ഞാനൊന്ന് ഇതിന് മറുപടിയിലേക്ക് ഒന്ന് വരാമേ. ഞാൻ മറുപടി പറയട്ടെ. ഞാൻ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വേഗം. താങ്കൾ ഇപ്പൊ ചോദിച്ചതിന് മറുപടി പറയണ്ടേ? അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, ഒരു കൂട്ടം ആളുകൾ വന്ന ഒരു ആവശ്യം ഉന്നയിക്കുക. രാജ്യത്തെ മുഴുവൻ കർഷകരുടെ റെപ്രസെന്റേഷൻ അല്ല ഈ സമരം. ഒന്നാമത് തന്നെ ഒരു കൂട്ടം ആളുകളുടെ സമരമാണ്. ഒരു കൂട്ടം ആളുകൾ ഒരു സമരത്തിൽ ഉന്നയിക്കപ്പെടുന്ന ആവശ്യം, ആ ആവശ്യത്തിന്റെ ഭാഗമായി രാജ്യത്താകമാനം നടപ്പിലാവുന്ന ഒരു നിയമം പാസ്സാക്കുക അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് സമയമാണിത്. ഈ സമരത്തിന്റെ സമയം തെരഞ്ഞെടുപ്പിൽ തന്നെ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട്. സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നത് 2006 അതിനുശേഷവും സർക്കാർ ഉണ്ടായിരുന്നു. ഈ വക സംഗതികൾ നിങ്ങളുടെ സമരത്തിന്റെ ഉദ്ദേശശുദ്ധിയെ കെടുത്താൻ BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വളരെ രസകരമായ കാര്യങ്ങളാണ് പ്രിയപ്പെട്ട കർഷക മോർച്ച നേതാവിടെ ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് സമരം നടത്തുന്നത്. ഞങ്ങൾ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും MSP കൊടുക്കുന്നുണ്ട്, നിലവിൽ കൊടുത്തു വരുന്നുണ്ട് എന്നാണ്.
അദ്ദേഹം ഈ കർഷകരുടെ ആവശ്യങ്ങളെ കുറിച്ച് എന്താണ്, ഈ സമരത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് ബലമായ സംശയമുണ്ട്. ഇത് നിലവിൽ 12 കാര്യങ്ങളാണ് ഗവൺമെന്റ് കരാറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തത്. ഇപ്പോൾ 21 ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇലക്ഷന്റെ മുമ്പിലല്ല സമരം. പ്രിയപ്പെട്ട നിഷാദ്, അദ്ദേഹവും മനസ്സിലാക്കണം, നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും പറയുന്നു ഇലക്ഷന്റെ മുന്നിൽ ഒരു സമരം നടത്തി ഗവൺമെന്റിനെ വഷളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത്. 3 വർഷമായി ഈ സമരത്തിന് ശരിക്കും വിത്ത് പാകിയിട്ട് 2021 ഒപ്പിട്ട കരാർ ആ 12 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ഈ ഒരു കാര്യം മാത്രമല്ല, നമ്മൾ അറിയണം, ഇവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് നിർബാധം എല്ലാ കാർഷികോൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യാൻ ആവശ്യമായ സ്വതന്ത്ര വ്യാപാര കരാറുകൾ, അത് നിരവധി 16 കരാറുകൾ ഏർപ്പെട്ടിരിക്കുന്നു. വീണ്ടും 7 എണ്ണത്തിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. നിരന്തരമായ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ RCP കരാറിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറി. ഇപ്പോ ഇവിടെ പാമോയിൽ ഉൽപ്പന്നങ്ങളുടെ വില, ഇറക്കുമതി ചുങ്കം കുറയ്ക്കുക, എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ചുങ്കം കുറച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളുടെ വില ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ ഉന്നയിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഇറക്കുമതി ചുങ്കം കുറയ്ക്കണം, എല്ലാ സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്നും ഇന്ത്യ പുറത്തു വരണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒറ്റ ഒരു ഉൽപ്പന്നത്തിന്റെ കാര്യം സമയക്കുറവുകൊണ്ട് മാത്രം അതിന് ഞാൻ നിർത്തുകയാണ്. ഇവിടെ പാം ഓയിലിന്റെ ഇറക്കുമതി ചുങ്കം എന്ന് പറയുന്നത് 60% ഇന്ത്യയിൽ. അത് കഴിഞ്ഞ് 2023 ഒറ്റയടിക്ക് 25% കുറച്ചത്. അങ്ങനെ പാം ഓയിലിന്റെ ഇറക്കുമതി ചുങ്കം കുറയ്ക്കുന്നു, റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം കുറയ്ക്കുന്നു. ഇവിടെ മറ്റു ചില ഉൽപ്പന്നങ്ങൾ, അത് ഏലവും കുരുമുളകും തേയില അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് നേരിട്ട് പല രാജ്യങ്ങൾക്കും ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള കരാറുകൾ അത് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ശ്രീലങ്കയിലേക്ക് നിർബാധം ഇറക്കുമതി ചെയ്യാൻ ശ്രീലങ്കയും ആ രാജ്യവുമായി കരാർ നടത്തുന്നു. എന്നിട്ട് ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് നിർബാധം കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാ കാർഷികോൽപ്പന്നങ്ങളുടെയും വില ഇടിച്ചതാക്കുവാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇത് കോർപ്പറേറ്റുകളെ, ഇന്ത്യയിലെ കാർഷിക ഭൂമി ഏറ്റെടുത്ത് കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുവാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് മാത്രമല്ല ഞങ്ങളുടെ ആവശ്യം. ഇവിടെ ലഖിംപൂർ കേരിയിൽ അവിടെ 5 കർഷകരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ മന്ത്രിപുത്രനെ സംരക്ഷിച്ചിരിക്കുന്നു. അവിടെ കർഷകർക്കെതിരെ എടുത്തിരിക്കുന്ന കള്ളക്കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 14 ലക്ഷം കോടി രൂപ, കോർപ്പറേറ്റുകളുടെ 14 ലക്ഷം കോടി രൂപ എഴുതി തള്ളിയ കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്തെ കർഷകന്റെ 1 രൂപ പോലും എഴുതി തള്ളിയിട്ടില്ല യാഥാർത്ഥ്യം. ഇവിടുത്തെ അടിസ്ഥാനപരമായി ഇന്ത്യയിലെ കർഷകരുടെ കടബാധ്യത എന്ന് പറയുന്നത്, കർഷകരുടെ കാർഷിക വായ്പ എന്ന് പറയുന്നത് 4 ലക്ഷം കോടി രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് 14 ലക്ഷം കോടി രൂപ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഗവൺമെന്റിന് ഈ 1 രൂപ പോലും, ഇന്ത്യ രാജ്യത്തെ കർഷകന് 1 രൂപ പോലും തയ്യാറാവുന്നില്ല. ഒരു കാര്യവും കർഷകന് വേണ്ടി ചെയ്യുന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് വെറുതെ വായ്ത്താരി അടിച്ച് കടന്നു പോകുന്നത് വളരെ സങ്കടകരമാണ്. അദ്ദേഹം എന്താണ് ഈ സമരത്തെ കുറിച്ച് മനസ്സിലാക്കിയത് സംശയമുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൂചിപ്പിക്കാനുള്ളത്, ഈ സമരം ഞാൻ പറഞ്ഞു 3 വർഷം മുമ്പ് തീരുമാനിച്ചതാ. ശരി, അപ്പൊ പുതിയൊരു സമരമല്ല, 3 വർഷം മുമ്പത്തെ ആലോചന ഈ സമരത്തിനുണ്ടെന്നാണ് ജിൻഡോ ജോൺ. ഈ സമരം ജിൻഡോ ജോൺ ഈ സമരത്തിനകത്ത് വേഗം പൂർത്തിയാക്കും. എനിക്കൊരു ഈ സമരത്തിന് 1 വർഷം മുമ്പ് 2022 അവസാനം ഞങ്ങൾ നോട്ടീസ് കൊടുത്തിരുന്നു. 21 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഇന്ത്യയിലെ 27 കിസാൻ മഹാപഞ്ചായത്തുകൾ നടത്തി നിരവധിയായ സമരത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി. 1 വർഷം നീണ്ടുനിന്ന നിരന്തരമായ സമരത്തിന്റെ പ്രചരണ പ്രവർത്തനം നടത്തി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി 27 കിസാൻ മഹാപഞ്ചായത്തുകൾ നടത്തി. അത് കേരളത്തിൽ പാലക്കാട് വെച്ചാണ് നടത്തിയത്. അങ്ങനെ കൃത്യമായി ഈ സമരത്തിന്റെ മുന്നൊരുക്കം നടത്തി ഗവൺമെന്റിനോട് ഇന്ന ആവശ്യങ്ങൾ കർഷകർക്കുണ്ട്, അത് നടപ്പാക്കി തന്നിട്ടില്ല, അതിശക്തമായ പ്രക്ഷോഭമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് വളരെ കൃത്യമായി 1 വർഷം മുമ്പ് നോട്ടീസ് കൊടുത്ത് വളരെ കൃത്യമായും ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച സമരമാണ്. ആ സമരത്തെ ഇലക്ഷന് മുന്നോടിയായി ഗവൺമെന്റ് പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന കുരിശിത ശ്രമം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. വളരെ കൃത്യമായി പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കർഷകർ മാത്രമല്ല, ഇത് കർഷകന്റെ അവകാശമാണ്. ഇന്ത്യയിൽ സമരം ചെയ്യാന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ അവകാശമാണ്, സംഘടനകളുടെ അവകാശമാണ്. ജിൻഡോ ജോൺ, നോക്കൂ, കഴിഞ്ഞ തവണ സമരത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള അതേ സംഗതികൾ ഇത്തവണയും ഏതാണ്ട് അതേ രൂപത്തിൽ സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഈ സമരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ കർഷകന്റെ റെപ്രസെന്റേഷൻ അല്ല എന്ന് പറയുന്ന ഒന്ന്. ഈ സമരത്തിന് രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസിന്റെ സമരകാലത്ത് സർക്കാരിന്റെ കാലത്ത് സ്വാമിനാഥൻ കമ്മീഷന് വേണ്ടി അവർ സമരം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സമരത്തെ വേറെ ചില ഗ്രൂപ്പുകളുടെ സമരമാണ് എന്ന് സ്ഥാപിക്കാൻ സർക്കാർ പണിയെടുക്കുന്നുണ്ട്. ഇത്തവണ ഒരുപക്ഷെ അത് വിജയിച്ചേക്കുന്ന കോൺഫിഡൻസും സർക്കാരുണ്ടാവും.
അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ലെന്ന് കൃത്യമായി ഞാൻ സൂചിപ്പിക്കുന്നു. ജിൻഡോ, ഈ കർഷകര് ഇന്ത്യയിലെ മുഴുവൻ കർഷകരുടെയും പ്രതിനിധികളല്ല, കർഷകരെയും പ്രതിനിധീകരിക്കുന്നില്ല എന്ന് പറയുന്ന BJPയുടെ ആളുകളോട് പറയാനുള്ളത്, ഈ സർക്കാർ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും പ്രതിനിധീകരിക്കുന്നില്ല, കേവലം 39% ആളുകളുടെ പ്രതിനിധീകരണം ഈ സർക്കാരിനുള്ളൂ. അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ഈ ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യുന്ന ആളുകളുടെ സമരത്തിന്റെ മെറിറ്റിനെ എഴുത്തി കാണിക്കാൻ പറ്റില്ല. പ്രതിദിനം 27 കർഷകർ വീതം ആത്മഹത്യ ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇന്ന് അല്പം മുമ്പ് ഒരു കർഷകൻ, ഈ കർഷക സമരത്തിൽ പങ്കെടുത്ത കർഷകന്റെ തലയിൽ ഡ്രോണിലൂടെ പ്രയോഗിച്ച കണ്ണീർവാതക ഷെല്ല് വീണ് മരണപ്പെട്ടിട്ടുണ്ട്. കർഷക സമരം 2 ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് അവര്. അപ്പോ വിണ്ട് കീറിയ പാദങ്ങളുമായിട്ട് സമരത്തിന് വരുന്ന കർഷകർക്കടിയിലെ അവരുടെ പാദങ്ങൾക്കടിയിലേക്ക് ആണി പാകുന്ന സർക്കാരിന്റെ പ്രതിനിധിയൊക്കെ വന്നിരുന്ന് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കർഷക മോർച്ചയുടെ നേതാവ് നമ്മോടൊപ്പം ലൈവിൽ സംസാരിക്കുമ്പോൾ കർഷകർക്ക് മോർച്ചറി പണിയുന്ന തിരക്കില്ല കേന്ദ്ര സർക്കാർ. മനസാക്ഷിയില്ലാത്ത സർക്കാരാണ് മോദി സർക്കാർ. ഞാൻ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സമയപരിധി ഉണ്ടെന്ന്. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ, കർഷകരുടെ കണ്ടീഷൻസ് ഒക്കെ അംഗീകരിക്കാൻ സമയപരിധി പ്രശ്നമാണെന്ന്. നോട്ട് നിരോധനം ഒരു അർദ്ധരാത്രി പ്രഖ്യാപിച്ചപ്പോൾ സമയപരിധി നോക്കിയിട്ടാണോ ഇന്ത്യ പ്രധാനമന്ത്രി നോട്ട് നിരോധനം നടപ്പാക്കിയത്? കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയാൻ വേണ്ടിയിട്ട് ആഭ്യന്തരമന്ത്രി വന്ന് പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് വായിച്ച് പ്രത്യേക പദവി കളഞ്ഞപ്പോൾ അത് എന്തെങ്കിലും മുൻ ആസൂത്രണം നടത്തി ആളുകളുടെ മുഴുവൻ കൺസെന്റ് വാങ്ങിക്കൊണ്ടാണോ? അപ്പൊ സമയപരിധി അത്തരം കാര്യങ്ങളൊന്നുമില്ല. കർഷകരുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ സമയപരിധി ഉണ്ടെന്ന് പറയുന്നത് ഒരു പൊറാട്ട് നാടകം മാത്രമാണ്. അത് ശരിയായ ഒരു ആർഗ്യുമെന്റ് അല്ല. ഇനി 2021 ഡിസംബർ 11 മുതൽ ഈ ദിവസം വരെ ഒരാഴ്ച മുമ്പ് വരെ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ കർഷകരുടെ ഈ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. കർഷക സംഘത്തിന്റെ നേതാവ് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ട് അവരുടെ ആവശ്യങ്ങൾ അവർ സർക്കാരിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. മോദി സർക്കാർ തന്നെ അന്ന് ഒന്നാം കർഷക സമരം സെറ്റിൽമെന്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഇങ്ങനൊരു സമരത്തിന് സാഹചര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സമരം കൊണ്ടുവന്ന് പറയുന്ന BJPയുടെ ആർഗ്യുമെന്റ് അവിടെ നിലനിൽക്കില്ല. അർബൻ നക്സലുകളെന്നോ തീവ്രവാദികളെന്നോ എന്തൊക്കെ പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ചാലും ഈ സമരം ചെയ്യുന്ന കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ നിങ്ങൾ ആദ്യം പഠിക്കണം. ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കൂ. അവരുടെ ബാക്കി പേഴ്സണൽ വേ റോബോട്ടിനെ കുറിച്ച് സംസാരിക്കാതെ ഈ വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടതല്ലേ ഇന്ത്യ മഹാരാജ്യത്ത്? ഈ രണ്ടാമത് നിങ്ങൾ പറയുന്ന കാലാവധി കഴിയാൻ പോകുന്ന ഒരു സർക്കാർ എന്ന്, ഈ സർക്കാരിന്റെ കാലാവധി കഴിയാൻ പോകുന്നു എന്ന് BJPയുടെ പ്രതിനിധിയോട് ആരാ പറഞ്ഞത്? ഈ സർക്കാരിന്റെ കാലാവധി കഴിയില്ലെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയല്ലേ ചെങ്കോട്ടയിൽ അടുത്ത വർഷവും ഞാൻ കൊടി ഉയർത്തുന്നു പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്? അടുത്ത ബഡ്ജറ്റും ഞാൻ പ്രഖ്യാപിക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ എന്ന ധനകാര്യമന്ത്രി പാർലമെന്റിൽ പ്രസംഗിച്ചത്. അപ്പൊ കാലാവധി കഴിയുന്നില്ല എന്ന് BJPക്ക് ബോധ്യമുണ്ടല്ലോ. അപ്പൊ പിന്നെ സർക്കാരിന്റെ ഈ കർഷകരുടെ വിഷയങ്ങൾ അഡ്രസ് ചെയ്താൽ എന്താ കുഴപ്പം? ഇനി നിങ്ങൾ പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി എന്ന്, മോദി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കി കൊടുക്കുമെന്ന് ഗ്യാരണ്ടി പറയുമ്പോഴാണ് കർഷകരുടെ കടം 3 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നത്. ഈ രാജ്യത്ത് കർഷകരുടെ കടം 3 ഇരട്ടി വർദ്ധിക്കുമ്പോൾ നിങ്ങൾ പറയുക ഈ രാജ്യത്ത് 4 ജാതികളുള്ളൂ, യുവാക്കൾ, വനിതകൾ, കർഷകർ, പാവങ്ങൾ എന്ന്. ഈ 4 ജാതിയിൽപ്പെട്ട മനുഷ്യരോടും ഇത്രത്തോളം ജനദ്രോഹ നടപടി സ്വീകരിക്കുന്ന ഒരു സർക്കാർ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഗുസ്തി താരങ്ങളും മണിപ്പൂരിലെ വനിതകളും ഒക്കെ പീഡിപ്പിക്കപ്പെടുമ്പോൾ, വേട്ടയാടപ്പെടുമ്പോഴാണ് നിങ്ങൾ ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ നടത്തുന്നത്. എന്നിട്ട് പറയാം നിങ്ങൾ സ്ത്രീകളോടൊപ്പമാണ്, ആ ജാതിയോടൊപ്പമാണെന്ന്. ഉന്നാവും ഹത്രാസും ആസിഫ എന്ന് പറഞ്ഞ പെൺകുട്ടിയൊക്കെ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടപ്പോൾ അവർക്ക് നീതി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? നിങ്ങൾ വനിതകൾക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നു, യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാത്ത ഒരു സർക്കാർ പറയാ ഞങ്ങൾ യുവാക്കളോടൊപ്പമാണെന്ന്. കർഷകരുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ പറ്റാത്ത ഒരു സർക്കാർ പറയാ ഞങ്ങൾ കർഷകർക്ക് ഗ്യാരണ്ടി കൊടുക്കുമെന്ന്. പാവങ്ങൾക്ക് ജീവിക്കാൻ ദുരിതപൂർണമായിട്ടുള്ള ജീവിത കാലഘട്ടം 10 വർഷം സംഭാവന ചെയ്ത ഒരു സർക്കാർ പറയാ ഞങ്ങൾ പാവങ്ങൾ എന്ന് പറഞ്ഞ ജാതിക്കൊപ്പമാണെന്ന്. നിങ്ങൾ ആരോടൊപ്പമാണെന്ന് നിങ്ങൾ പറയണ്ടേ? നിങ്ങളുടെ നിലപാട് കൊണ്ട് പറയണം. നിങ്ങൾ ക്ഷേത്രം പണിതുകൊണ്ടോ പള്ളി പണിതുകൊണ്ടോ വിഷമിച്ചതുകൊണ്ടോ ഷാജി രാഘവൻ എന്ന് വെച്ചാൽ ഈ സമരത്തിൽ ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ സർക്കാരിന് പ്ലാൻ ഇല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നതിന്റെ ചുരുക്കം? അല്ലല്ല, ഈ ജിൻഡോ ജോണ് കവല പ്രസംഗം നടത്തുന്നതല്ല. അദ്ദേഹം എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ജിൻഡോ ജോണിന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചല്ലോ. പൊതു പബ്ലിക് ഡൊമൈനിൽ എന്റെ ചോദ്യം 2006 കൊടുത്ത സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന ഈ സമരത്തിന്റെ മുഖ്യ ആവശ്യം. ജിൻഡോ ജോണിന്റെ ഗവൺമെന്റ് ആയിരുന്നു അവിടെ, അതിന് അദ്ദേഹത്തിന് മറുപടിയില്ല. അത് പോട്ടെ. പിന്നെ ജിൻഡോ ജോൺ വേറൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിന്റെ കൃഷിമന്ത്രി പറഞ്ഞു, അത് താങ്കൾ പറഞ്ഞില്ല, 32 കർഷകൻ ഈ അടുത്തിടെ ആത്മഹത്യ ചെയ്ത് ഈ കേരളത്തില്. ജിൻഡോ ജോണിന്റെ പാർട്ടിയും പ്രതിപക്ഷ നേതാവും എന്ത് ചെയ്തു ഈ കേരളത്തില്? നിങ്ങളല്ലേ ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം. ഈ ഇവിടുത്തെ കർഷകന് നെല്ലിന് വില കിട്ടാത്തതിന് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഈ പിണറായി വിജയന്റെ കൂടെ നിൽക്കുകയല്ലേ? എന്നിട്ട് നിങ്ങൾ കേന്ദ്രത്തിലെ സമരത്തിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ പ്രശ്നം ഇതാണ് സുഹൃത്തെ. അതേപോലെ തന്നെ ശ്രീ RKMSന്റെ സുഹൃത്ത് പറഞ്ഞു, ഈ പറഞ്ഞ കരാറുകള് ലോകരാജ്യങ്ങളുമായി 163 ലോകരാജ്യങ്ങളുമായി ഉണ്ടാക്കിയ കരാറുകളിലൊക്കെ ഒപ്പിട്ട ഗവൺമെന്റ് ആരാണ്?
എന്താ നിങ്ങൾ പറയാതെ പോകുന്നത്? അതിൽ നിന്ന് കരകയറാനുള്ള പരിശ്രമം നടത്തുന്ന ഗവൺമെന്റാണ് നരേന്ദ്രമോദി. കാരണം അമേരിക്ക ഉൾപ്പെടെ നിങ്ങൾ ഇടപെടരുത്. എന്റെ അവസരമാണ്. അല്ല, ഒറ്റ കാര്യമുള്ളൂ ഷാജി രാഘവൻ, നിങ്ങൾ പഴയ സർക്കാരിനെ, നിങ്ങൾ സെക്കൻഡ് ടൈം ഈ സർക്കാരിന്റെ സെക്കൻഡ് ടൈമാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന സർക്കാരിനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ല എന്നാണ് ചോദ്യം. അല്ലല്ല, നിങ്ങൾ വളരെ മനഃപൂർവ്വമായി മറ്റുള്ളവർക്ക് അവസരം കൊടുത്തിട്ട് എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. ഞാൻ എന്റെ പൂർത്തിയാക്കിക്കോട്ടെ. അവർ സംസാരിക്കുന്നത് നിങ്ങൾ ഇടപെടുന്നില്ലല്ലോ. ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? നിങ്ങൾ എന്തിനാ പക്ഷപാതപരമായി പെരുമാറുന്നത്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി, സത്യത്തില് RKMSന്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ശ്രീ ജിൻഡോ ജോണായിരുന്നു. നിങ്ങൾ അതിനകത്ത് ഇടപെട്ടില്ല. ഈ ലോകരാജ്യങ്ങളുമായി ഒപ്പിട്ട ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാലാകാലങ്ങളിൽ കർഷകന് വലിയ തോതിൽ സബ്സിഡി പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളാണ്. അവരടിച്ചേൽപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ അതിനനുസരിച്ച് 163 രാജ്യങ്ങളുമായി ഒപ്പിട്ട ഭാരതം, നമ്മുടെ രാജ്യം, കാർഷിക രാജ്യം, അത് ഒപ്പിട്ടത് UPA ഗവൺമെന്റ് ആണ്. അതിൽ നിന്ന് കരകയറുന്നതിനാണ് കൃഷി സമ്മാൻ പദ്ധതി ഉൾപ്പെടെയുള്ള കർഷകന്റെ അക്കൗണ്ടിൽ പണവെക്കുന്ന വിവിധ പരിപാടികൾ. ഇതൊക്കെ തന്നെ ഈ തെറ്റായ മുഴുവൻ ഈ തെറ്റായ നയം അത് നിങ്ങൾ കരുതുന്നുണ്ടോ? 163 വിദേശ രാജ്യങ്ങളുമായി ഒപ്പിട്ടൊരു കരാർ ഏകപക്ഷീയമായി ഇന്ത്യക്ക് പിന്മാറാൻ പറ്റുമോ? നമ്മൾ കേരളത്തിൽ റബ്ബറിന്റെ വിഷയം ചർച്ച ചെയ്യുന്നില്ലേ? നിങ്ങൾ കർഷകരെ, കേരളത്തിലെ റബ്ബറിന്റെ കർഷകരുടെ മാത്രം വിഷയങ്ങൾ നിങ്ങൾ എടുക്കൂ. ഇതെല്ലാം കോൺഗ്രസ് ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിന്റെ മുഴുവൻ ഈ വിപത്ത് മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോൺഗ്രസ് നിങ്ങൾ എന്ത് കൊടുത്തു? ബഹിരാകാശത്തുണ്ടാകുന്ന വിജയങ്ങൾക്കും കോൺഗ്രസ് ആണെന്ന് പറയുമോ? നിങ്ങൾ കോൺഗ്രസിന്റെ തെറ്റുകൾ തിരുത്തുന്നില്ല. ആണ് എന്താ സംശയം? നരേന്ദ്രമോദി വന്നപ്പോഴാണോ ബഹിരാകാശത്തേക്കുള്ള വികസനങ്ങൾ നടന്നത്, വിസ്ഫോടനങ്ങൾ നടന്നത്? ആനന്ദ് കൊച്ചുകൂടി, ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെ ഡ്രമാറ്റിക് ആയി സെറ്റിൽ ചെയ്യാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായും ഇതിൽ എന്തെങ്കിലും സെറ്റിൽമെന്റ് കൊണ്ടുവരാനാണ് സാധ്യത. കാരണം ബി ജെ പി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ട് നടത്തുന്ന നീക്കങ്ങൾ നോക്കിയാൽ ഒരു സീറ്റ് ജയിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു സീറ്റ് ഉൾപ്പെടെ ജയിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ഒരു ഭാരത് രത്ന കൊടുക്കുന്ന കാലമുണ്ടായിരുന്നു, ഇപ്പോൾ 5 ഭാരത് രത്ന കൊടുത്തു. 5 ഭാരത് രത്നയിൽ സാന്ദർഭികമായിട്ട് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, കൃഷിശാസ്ത്രജ്ഞനായ നമ്മുടെ കേരളത്തിലെ കുട്ടനാട്ടുകാരനായ MS സ്വാമിനാഥനാണ് കൊടുത്തത്. പക്ഷേ അദ്ദേഹം ആവിഷ്കരിച്ച, ഇവിടെ ശ്രീ ഷാജി രാഘവൻ പറയുന്നുണ്ട്, അത് 2006-07 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ C2+ FL+ ആ 1.5% കർഷകർക്ക് കൂടുതൽ കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു തിയറി കൊണ്ടുവന്നതെന്ന്. പക്ഷേ അതിനുശേഷം ആ കാലത്തൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ കാലത്തൊക്കെ കർഷകർക്ക് അവരുടെ വിളകൾക്ക് ലോക മാർക്കറ്റിലുള്ള വിലയും ഇന്ത്യയിലെ മാർക്കറ്റിലുള്ള വിലയും കുതിച്ചുയരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ആ സമയത്ത് കടന്നുപോയത്. എന്നാൽ 2014 ശേഷം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയുന്നത് പോലെ തന്നെ മറ്റ് ഈ പ്രോഡക്ട്സിന്റെ എല്ലാം വില, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന്റെ എല്ലാം വില കുറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇവിടെ പ്രധാനമന്ത്രി, നിഷാദ് കറക്റ്റായിട്ട് പറഞ്ഞതാണ്, പ്രധാനമന്ത്രി വലിയ വാഗ്ദാനം കൊടുത്തതാണ്. രാജ്യത്തിന്റെ 75ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഇവിടെ കർഷകർക്ക് അവരുടെ വിളകൾക്ക് അവരുടെ അധ്വാനത്തിന്റെ ഇരട്ടി വില കിട്ടും എന്ന് പ്രധാനമന്ത്രി വലിയൊരു വായിൽ വാഗ്ദാനം ചെയ്തതാണ്. അങ്ങനെ വാഗ്ദാനം ചെയ്യുമ്പോൾ അത് പാലിക്കാനുള്ള ഉത്തരവാദിത്വം BJPക്കും കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും. ആ വാഗ്ദാനം പാലിക്കാത്തതിന്റെ ഉത്തരവാദിത്വം സർക്കാർ പറയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുന്നത്? സമയം ഒന്ന് കടന്നുപോയി. ശ്രീ ആനന്ദ്, ഞാൻ നടപടി കാണും. താങ്ക് യു ശ്രീ ആനന്ദ്. ഒപ്പം തന്നെ ശ്രീ ഷാജി, ജിൻഡോ, ഒപ്പം ബിനോയ് ചർച്ചയിൽ പങ്കെടുത്തത്.